അപ്പോൾ ഞാനിവിടെ ഒരു കോഫി ഷോപ്പിൻ്റെ വെബ്സൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ കോഫി ഷോപ്പിന് ഒരു നെയിം കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു നെയിം, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നെയിമാണ് നമ്മൾ പറഞ്ഞ ഡൊമൈൻ നെയിം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കാൻ പോവാണ്. ഈ ഒരു നെയിം ഞാൻ കൊടുത്തു, വെൽവെറ്റ് റോസ്റ്റ് എന്ന് പറഞ്ഞൊരു നെയിം ഞാനിവിടെ കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് നെയിമിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു കുറേ എക്സ്റ്റൻഷൻസ് കാണാം, .com .in എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്ക് എന്തായാലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇൻഫിനിറ്റി ഫ്രീ ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർ തരുന്ന ചില എക്സ്റ്റൻഷൻസ് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ എക്സ്റ്റൻഷൻസ് ഏതാണെന്ന് ഇവിടെ കാണാം. ഡൊമൈൻ എക്സ്റ്റൻഷൻസ് വന്ന് കാണുന്നുണ്ടേ. ഇതിലെന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻസ് കാണാം. ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ ജസ്റ്റ് exo.je എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിലിറ്റി ഉണ്ടോയെന്ന് അറിയണം. അതായത് ഇതുപോലൊരു നെയിം ഈ velvetrose.exo.je, അതായത് ഈ ഡൊമൈൻ നെയിം നമുക്ക് എങ്ങനെയായിരിക്കും, ഇവിടെ ഞാൻ exo.je സെലക്ട് ചെയ്ത് കാരണം velvetrose.exo.je എന്ന് പറഞ്ഞിട്ട് ഒരു ഡൊമൈൻ നെയിം ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നോക്കണം. അതായത് ഈ നെയിം വേറെ ആരും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡൊമൈൻ നെയിം കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനൊരു പേജിലേക്ക് വന്നു. അതായത് നമ്മുടെ ആ ഒരു ഡൊമൈൻ നെയിം നമുക്കിവിടെ നമ്മൾ സെറ്റ് ചെയ്ത ഡൊമൈൻ നമുക്കിവിടെ കാണാം, velvetrose.exo.je. അതായത് ഇത് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വെബ്സൈറ്റ് നെയിം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമൈൻ. അപ്പോൾ നമ്മൾ എന്തായത് ഫസ്റ്റ് സെലക്ട് ചെയ്ത ആ 0 കോസ്റ്റിലൊരു പ്ലാൻ സെലക്ട് ചെയ്തതാണ് എന്ത്, ഹോസ്റ്റ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഹോസ്റ്റിങ്ങും അതുപോലെ ഡൊമൈനും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ.